രാഹുൽ ഗാന്ധി നിലനിർത്തേണ്ട മണ്ഡലം തീരുമാനിക്കാൻ നിർണായക യോഗം അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരും. രാഹുലും കെ.സി. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി രുചീഷ് വി രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. രുചീഷ്, ഉത്തരേന്ത്യയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ റായ്ബറേലി രാഹുൽ നിലനിർത്താനാണോ സാധ്യത കൂടുതൽ? വയനാട് രാഹുൽ ഒഴിവാക്കുമോ എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ച രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിലും 3.5 ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിച്ചിരുന്നത്. ഫലം വന്ന് 14 ദിവസത്തിനകം മണ്ഡലം ഏതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നതാണ് ചട്ടം. അതനുസരിച്ച് നാളെ രാഹുലിന് അനുവദിച്ച സമയം അവസാനിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗം വിളിച്ചത്. രാഹുലും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നു. നേതാക്കളെല്ലാം തന്നെ അതുതന്നെയാണ് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ലഭിച്ച മികച്ച പിന്തുണയ്ക്ക് രാഹുലിന്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കേരളത്തിലെ നേതാക്കളും വയനാട് നിലനിർത്താൻ കാര്യമായ സമ്മർദ്ദം ചെലുത്തിയുമില്ല ആ യോഗത്തിൽ. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും നേരത്തെ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി. 2004 മുതൽ രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയാണ് എന്തായാലും റായ്ബറേലിയിലെ MP ആയി തുടർന്നിരുന്നത്. സോണിയ പിന്മാറിയതോടെയാണ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി തെരഞ്ഞെടുത്തത്. എന്തായാലും വയനാട് സ്വന്തം മണ്ണ് പോലെ പ്രിയപ്പെട്ടതാണെന്നൊക്കെ രാഹുൽ നേരത്തെ പറയുകയും കഴിഞ്ഞ ആഴ്ച നേരിട്ട് മണ്ഡലത്തിലെത്തി വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ എന്തായാലും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാക്കാനായത്. ആ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ തന്നെ രാഹുൽ തുടരണമെന്ന ആവശ്യമാണ് പാർട്ടിയിൽ നിന്ന് ഉയരുന്നത്. അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു അവസരം കൂടി ഉത്തർപ്രദേശിൽ നൽകരുതെന്ന പൊതുവികാരം പാർട്ടിയിലുണ്ട്. ഇതും കണക്കിലെടുക്കുമെന്നാണ് കരുതുന്നത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. തീരുമാനം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനം അറിയിച്ച ശേഷമാകും പ്രഖ്യാപനം. എന്തായാലും നാളെ ഏത് സീറ്റ് തെരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ സമയപരിധി അവസാനിക്കാൻ പോവുകയാണ്. യോഗം അല്പസമയത്തിനകം തുടങ്ങും. ആതിര. ശരി, ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് ഇനി. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് അറിയാനായി ഇനി അല്പം സമയം മാത്രം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. രാഹുലും കെ.സി. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി രുചീഷ് വി രവീന്ദ്രനായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.